അസ്സലാമലൈക്കും. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് തന്തൂർ ചിക്കൻ മന്തിയാണ്. ഈ ചിക്കൻ മന്തിക്കും വേണ്ടിയുള്ള ചിക്കനെ എങ്ങനെയാണ് സ്റ്റൗമിൽ വെച്ച് ഗ്രില്ല് ചെയ്യാമെന്നാണ് ഇന്ന് കാണാൻ പോണത്. ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണാൻ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതിനും വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 2 ഗ്ലാസ് അരിയാണ്. ഇനി നമുക്ക് ആദ്യം അരി കഴുകി വെള്ളത്തിലിട്ട് വെക്കണം. പിന്നെ നമുക്ക് ഇറച്ചി കഴുകി വെച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് വേണ്ടി മസാല ഇടാം. 1 സ്പൂൺ ഉപ്പ്, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ ഗരം മസാല, പിന്നെ വെളുത്തുള്ളി 1/2 സ്പൂൺ വെളുത്തുള്ളിയും. കുറച്ച് വെള്ളം ഒഴിച്ച് ഇതെല്ലാം ഒന്ന് നല്ല മിക്സാക്കി കൊടുക്കുക. ഇത് ചിക്കൻ മില്ല് നല്ല തേച്ച് പിടിപ്പിക്കണം. നല്ല ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഇത് ഓരോന്നായിട്ട് ചിക്കൻ മില്ല് തേച്ച് പിടിപ്പിക്കണം. ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോണതിനെക്കാട്ടി 1 അവർ മുന്നേ തേച്ച് വെക്കണം കേട്ടോ. ഈ ചിക്കനിട്ട് തേച്ച മസാലേൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് പോകാം. ഒരു പാത്രത്തിലേക്ക് എണ്ണ വീത്തിങ്ങണ്ട് ഇതൊന്ന് പൊരിച്ചെടുക്കുക. ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കുക. ഈ മസാലേൻ്റെ പച്ചമണം പോകാനായിട്ടാണ് കേട്ടോ അങ്ങനെ പൊരിച്ചെടുക്കുന്നത്. ഇനി മതി, നമുക്കിതൊരു പാത്രത്തിലേക്ക് ആക്കാം. നമുക്കിപ്പോൾ മന്തി ഉണ്ടാക്കാൻ തുടങ്ങട്ടോ. പാത്രത്തിലേക്ക് ഈ പൊരിച്ച എണ്ണ തന്നെ ഉണ്ട്, അത് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതിൽ എണ്ണ ചൂടായിക്കണം. ഇതിലേക്ക് 2 പട്ടയും 2 കറാമ്പ്, 2 ഏലക്ക, ബിരിയാണീൻ്റെ ഇലയും കുറച്ച് ജീരകവും ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് 3 ഉള്ളി മുറിച്ച് വെച്ചിനി, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഒരു 3 പച്ചമുളക് ഇട്ട് കൊടുക്കുക. 1 സ്പൂണ് വെളുത്തുള്ളീൻ്റെ പേസ്റ്റും. ഇതിൽ വെറും വെളുത്തുള്ളി ഇട്ടാൽ മതി, ഇഞ്ചി ഇടേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് മസാലപ്പൊടി ഇട്ട് കൊടുക്കാൻ 1/2 സ്പൂൺ ജീരപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ ഗരം മസാലപ്പൊടി. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാൻ അരി അളന്ന ഗ്ലാസ്സിലാണ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 2 ഗ്ലാസ് വെള്ളത്തിന് 4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി വെള്ളം തളിച്ചിട്ടുണ്ട്. ഇതിലേക്ക് അരി കഴുകി വെച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒന്ന് ഇളക്കി വിട്ടിട്ട് അങ്ങനെ വിട്ട് കൊടുക്കുക. അതൊന്ന് വേകട്ടെ. ഇതിപ്പോൾ ദമ്മിടാനായിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി വിട്ടിട്ട് ദമ്മിന് നമുക്ക് എങ്ങനെ ഇടണം നോക്കാം. എൻ്റെ അടുത്ത് ഇങ്ങനത്തെ ഒരു ഗ്രില്ല് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇതാ വെച്ചത്. നിങ്ങളത് ഇങ്ങനത്തെ ഗ്രില്ല് ഇല്ല എന്നുണ്ടെങ്കിൽ അരിൻ്റെ ഉള്ളിൽ തന്നെ വെച്ച് കൊടുത്താലും മതി. എന്നിട്ട് ഇത് മൂടി ദമ്മിനിടാം. വെയിറ്റ് എന്തെങ്കിലും മേലെ വെച്ച് കൊടുക്കണം കേട്ടോ. മന്തിക്കും വേണ്ടി നമുക്കൊരു ചട്നി അരക്കാം. 1 ഉള്ളിയും കുറച്ച് മല്ലിയില, 1 വെളുത്തുള്ളി, 3 പച്ചമുളകും, 3 തക്കാളിയും ഇട്ടുങ്ങാണ്ട് ഇതിൽ കുറച്ച് ഉപ്പിട്ടിട്ട് അരച്ച് വെക്കുക. ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും മന്തിക്ക്. ഇത് ട്രൈ ചെയ്ത് നോക്കിയേ. നമ്മൾ ഈ ചിക്കന് ഉള്ളിലേക്ക് വെക്കണത് എന്തിനെന്ന് പറഞ്ഞാൽ ഈ ചിക്കനിൻ്റെ വെള്ളവും മസാലേൻ്റെ വെള്ളമൊക്കെ ഇതിലേക്ക് ഇറങ്ങി ചിക്കനൊക്കെ നല്ലൊന്ന് വെന്ത് കിട്ടാനും വേണ്ടി ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കൽ. ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഞാൻ ചെറിയൊരു ടിപ്സ് പറയാതെ കാണണമെന്ന്. ഈ ഗ്രില്ല് ഉണ്ടല്ലോ, ഞാൻ അടുപ്പത്ത് ഒന്ന് ചൂടാനുണ്ട്. ഈ ചോറ് ആദ്യം നമുക്ക് നോക്കാം. ഇതായിട്ടുണ്ട് ചോറ്. ഇനി ഇത് ചൂടാനും വേണ്ടി ഗ്രില്ല് വെച്ചോളൂ. ഈ ചുടുമ്പോൾ ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതേപോലെ നിങ്ങളെ വീട്ടിലും ട്രൈ ചെയ്യാം. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഇനിയൊരു റെസിപ്പി ആയിട്ട് കാണാം.